ഇന്നലെ ഒരു ഭാരവാഹി യോഗം യാത്ര ഓൺലൈൻ യോഗം നടന്നിരുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടായി. പ്രതിപക്ഷ നേതാവ് ഒരു സൂപ്പർ ഇന്നലത്തെ യോഗത്തിൽ ഭാരവാഹികളും പ്രസിഡന്റും മാത്രമാണ് പങ്കെടുത്തത്. എന്താണെന്ന് എനിക്കറിയില്ല. അത് പ്രസിഡന്റാണ് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയേണ്ടത്. കാരണം ഞങ്ങൾക്കതിൽ ക്ഷണം ഉണ്ടായിരുന്നില്ല ഭാരവാഹികളുടെ യോഗം. അപ്പോൾ എന്താണ് അതിൽ സംഭവിച്ചത് എനിക്കറിയില്ല. ഒരു നേതാവ് എന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് റോളിലേക്ക് മാറി അത് ഹൈജാക്ക് ചെയ്യുന്നതായിട്ട് മാത്രമല്ല ഈ പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം വാർത്തകൾ ചോർത്തുന്നു തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉയർന്നു. ഇപ്പോൾ ഒരു കാര്യം പാർട്ടി നേതൃത്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാർട്ടിക്കകത്ത് ഇപ്പം ഞാനൊക്കെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ പലരും പറയാറുള്ളത് പാർട്ടി വേദികളിൽ പറയണമെന്നാണ്. ഇപ്പോൾ പാർട്ടി വേദികളിൽ പറയുന്നതും പറയാത്തതും വാർത്തകളായിട്ട് വരും. അതൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കഴിഞ്ഞ സുൽത്താൻ ബത്തേരി ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തില്ല. പക്ഷേ എന്നെക്കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായി എന്നുള്ള രീതിയിൽ ഒരേ പാറ്റേണുള്ള വാർത്തകളുണ്ട്. അത് അന്വേഷിക്കേണ്ടല്ലേ? കാരണം അങ്ങനെ ചർച്ചയുണ്ടായിട്ടില്ല. സാധാരണ വരുന്ന ചർച്ചകളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ അല്പം പൊടിപ്പും തൊങ്ങലൊക്കെ ഉണ്ടാവും. മറ്റേ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പും മുളകൊക്കെ കൂടുതൽ ചേർക്കുന്ന പോലെ. പക്ഷേ പാചകമേ നടക്കാത്തതിനെക്കുറിച്ച് ഇന്ന രീതിയിൽ പാചകം നടന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നത് പാർട്ടിയുടെ ഒരു എന്താ പറയണ്ടേ കെട്ടുറപ്പിന് ഒരിക്കലും അത് സഹായിക്കും. ഏത് കോണിൽ നിന്നാണെന്നാണ് അതെനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. ആര് നടത്തിയാലും ശരിയല്ല. പാർട്ടിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ പുറത്ത് പറയുന്ന എല്ലാവരും ജനം കാണുന്ന റോളിൽ പാർട്ടി പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടത് KPCC ആണ്, നേതൃത്വം. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് ഗുണകരമല്ല. ഒരു കാര്യം ഞാൻ പറയാം, പാർട്ടിയുടെ സീനിയർ നേതാക്കന്മാരെ ജില്ലകളുടെ ചാർജ് ഏൽപ്പിച്ചത് ഒരിക്കലും ചാർജ് സെക്രട്ടറിമാരെ വില കുറച്ച് കാണിക്കാനല്ല. ഇത് പാർട്ടി പ്രവർത്തകരുടെ ഒരു ഇലക്ഷനാണ്, പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ പറയുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പലരും പറയാറുണ്ട് അസംബ്ലിയും പാർലമെൻറ്റിലും കാണിക്കുന്ന താല്പര്യം ലീഡർഷിപ്പ് പലപ്പോഴും ലോക്കൽ ബോഡിയിൽ കാണിക്കുന്നില്ല എന്ന് പലരും പരാതി പറയാറ്. അപ്പോൾ അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ്. കാരണം ലോക്കൽ ബോഡി അസംബ്ലി ആയിട്ട് 3 മാസത്തെ ഡിഫറൻസ് വരും. അതുകൊണ്ട് ലോക്കൽ ബോഡിയിലെ റിസൾട്ട് കാര്യമായിട്ട് അസംബ്ലിയെ സ്വാധീനിക്കും. ലോക്സഭാ ഇലക്ഷൻ ഒരിക്കലും സ്വാധീനിക്കില്ല. അത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വികാരമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം കണക്കിലെടുത്തുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ സീനിയർ നേതാക്കന്മാരെയും ഈ ലോക്കൽ ബോഡിയുടെ ചുമതലകൾക്ക് നേതൃത്വം കൊടുക്കാൻ ചുമതലപ്പെടുത്തി. ഇപ്പോൾ തലേന്ന് പോയിട്ട് സീറ്റ് ചർച്ചയിലും സ്ഥാനാർത്ഥി നിർണയത്തിലും പങ്കെടുത്താൽ പോരാ. ഇലക്ഷൻ ജയിക്കുകയാണെങ്കിൽ വോട്ട് ചേർക്കണം. ഇപ്പോൾ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഉൾപ്പെടെ ഇനിയിപ്പോൾ വാർഡ് വിഭജനം വരികയാണെങ്കിൽ അതിൽ UDFൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ മറ്റേ നിർദ്ദേശം തെറ്റാണെന്ന് പറയുമ്പോൾ സംഭവിച്ചത് ആവർത്തിക്കരുതെന്നാണോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തൃശ്ശൂരിനെ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തതാണ്. പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നേരത്തെ മുൻകരുതൽ എടുക്കണം. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് സീനിയർ നേതാക്കന്മാരെ ചുമതലപ്പെടുത്തുന്നത്. ഇതിൽ ഇന്നലെ താങ്കൾ പുതിയ എന്തെങ്കിലും ചുമതല കിട്ടിയിട്ടുണ്ടോ? അല്ല, എന്നെ പാലക്കാട് ജില്ലയുടെ ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചത്. അത് താങ്കൾ തൃപ്തനാണോ? കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് താങ്കൾ അല്ല, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയാണ്. ഉപതെരഞ്ഞെടുപ്പുകൾ നേരിട്ട് പാർട്ടി കൈകാര്യം ചെയ്യും. അത് KPCC നേതൃത്വമാണ് നേരിട്ട് കൈകാര്യം ചെയ്യുന്നത്. അത് ഇന്നലെയാണോ ആ ചുമതല വന്നിരിക്കുന്നത്? ഇന്നലെയാണ് എന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചത്. ചില സർക്കുലറുകളെ KPCC പ്രസിഡന്റ് ഇറക്കേണ്ട ചില സർക്കുലറുകൾ പ്രതിപക്ഷ നേതാവിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് എനിക്ക് കിട്ടിയ എല്ലാ സർക്കുലറും KPCCയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്തരത്തിൽ നോക്കുമ്പോഴേ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകുന്നുണ്ടോ അത് പാർട്ടിക്കുള്ളിൽ? അത് അങ്ങനെ യുദ്ധമൊന്നുമില്ല. ചിലർ യുദ്ധം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, പാർട്ടിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ ആരാണോ പുറത്തറിയിക്കുന്നത് അങ്ങനെയുള്ളവരുടെ മേലെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും. ഇത് പലപ്പോഴായിട്ട് താങ്കൾ പറയുന്നത് ഇതിൽ അന്വേഷണം വേണമെന്നൊക്കെ മുൻകാലങ്ങളിലൊക്കെ പറയുന്ന കാര്യമാണ്. പക്ഷെ അത് നടക്കുന്നില്ല. പാർട്ടിക്കുള്ളിൽ എന്ത് പറയുന്നു അതെല്ലാം പുറത്തു വരുന്നു. അതാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, കേഡർ പാർട്ടിയിൽ പോലും ഇപ്പോൾ തുറന്ന പുസ്തകമല്ലേ. മുമ്പൊക്കെ CPMൻ്റെ ഒരു ജില്ലാ കമ്മിറ്റിയിലോ ലോക്കൽ കമ്മിറ്റിയിലോ നടക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ? ഇപ്പോൾ എത്ര വോട്ടിന് ജയിക്കും, എത്ര സ്ഥലത്ത് വീഴ്ചയുണ്ട് എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും പിറ്റേന്ന് പുറത്തു വരികയാണ്. 1200 ജയിക്കുന്നു പറഞ്ഞാൽ വടകരയിലല്ലേ UDF 1.5 ലക്ഷം വോട്ട് ജയിച്ചു. അപ്പോൾ കേഡർ പാർട്ടിയിൽ തന്നെ ഇന്ന് അതില്ല, സീക്രട്ടില്ല. അപ്പോൾ പിന്നെ കോൺഗ്രസ്സിൽ ആദ്യമേ കുറേ ജനാധിപത്യം ഞങ്ങൾക്ക് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് പലതും പുറത്ത് പറയാറുണ്ട്. പക്ഷേ അന്വേഷണം നടപടി വേണം അല്ലേ? അത് വേണം.
പാലക്കാട് ചുമതല തങ്ങൾക്ക് ഭംഗിയായി നിർവഹിക്കാനാവുന്ന ആത്മവിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും.